നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ 3-ാം ദിവസത്തിലെ PSC കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എക്സാം ഫോക്കസിലൂടെ നമുക്ക് പഠിക്കാം. എന്നത്തെ പോലെ ഇന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കളമശ്ശേരി. അപ്പോൾ കളമശ്ശേരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖലയുടെ പേരാണ് അമേരിക്ക ഇന്ത്യ കണക്ട്. അപ്പോൾ അമേരിക്ക ഇന്ത്യ കണക്റ്റാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല. അതാണ് ഇന്ത്യ അമേരിക്ക കണക്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെ കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ബാംഗ്ലൂർ. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബാംഗ്ലൂരാണ് 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെ കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹേമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകനാര്? ഈ 2026 ഫെബ്രുവരിയിലാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ KM സലീം. അപ്പോൾ ഡോക്ടർ KM സലീമാണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹേമറ്റോളജി വിഭാഗത്തിൻ്റെ സ്ഥാപകൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി പ്രതിജ്ഞ ക്യാമ്പയിനിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയാണ് ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി പ്രതിജ്ഞ ക്യാമ്പയിനിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ രാജ്യം. അടുത്തതായിട്ട് BBC കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്കിനി നോക്കാം. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്മൃതി മന്ദാന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും മികച്ച് വളർന്നു വരുന്ന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ് ആണ് ഏറ്റവും മികച്ച വളർന്നു വരുന്ന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ല? അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏത് ജില്ലയായിരിക്കും സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയത്? നമ്മുടെ മലപ്പുറമാണ്. മലപ്പുറം ജില്ലയാണ് സ്മാർട്ട് വഴി. എന്താണ്? സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ: പ്രതിരോധ വ്യാപാര കരാറുകൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സഹകരിച്ച രാജ്യം ഏത്? സഹകരിച്ച രാജ്യം ഫ്രാൻസ് ആണ്. പ്രതിരോധ വ്യാപാര കരാറുകൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സഹകരിച്ച രാജ്യം ഫ്രാൻസ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: എവറസ്റ്റ് കൊടുമുടിയിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ച ഫ്രഞ്ച് ഹെലികോപ്റ്റർ ഏതാണ്? ഇത് പത്രത്തിലൊക്കെ വന്നാണ്. ഏതാണ് ഫ്രഞ്ച് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്? H125 ആണ്. അപ്പോൾ H125 ആണ് എവറസ്റ്റ് കൊടുമുടിയിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ച ഫ്രഞ്ച് ഹെലികോപ്റ്റർ H125. ഇനി ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ: ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് എവിടെയാണ്? വിശാഖപട്ടണമാണ് കേട്ടോ, അത് മറക്കല്ലേ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 വേദിയാകുന്നത് വിശാഖപട്ടണം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം നമുക്ക്. കൺസിസ്റ്റൻസിയാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ബൈ.